ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ പറയട്ടെ, ആ ഫ്രണ്ടിൽ പട്ടി ഷോ കാണിച്ചു പോകുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. മുൻപിൽ വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒത്തിരി നാളായി ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൂടെ വണ്ടി ഓടിച്ച് പോയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇത്തിരി കൂടിപ്പോയതാണ്. അപ്പോൾ ഞാനിത് പത്തനംതിട്ടയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കോന്നിയിലുള്ള അടവി എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടവഞ്ചി സവാരി ചെയ്യാനാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കുട്ടവഞ്ചി സവാരി വന്നത് ഇവിടെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെ 2 ഫ്രണ്ട്സാണ്. ഇവരൊരു വണ്ടിയിലും ഞാൻ മറ്റൊരു വണ്ടിയിലുമായിരുന്നു. അങ്ങനെയായിരുന്നു പോയിരുന്നത്. പോകുന്ന റൂട്ടൊക്കെ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ഒരു കാടിനുള്ളിലൂടെ പോകുന്ന പോലെ തന്നെയാണ്. അങ്ങനെ പോകുന്ന വഴി ഒരു ചായക്കട കണ്ടപ്പോൾ നിർത്തിയതാണ്. ഈ ഒരു റൂട്ടിൽ ഈ ഒരു കട മാത്രമേ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല, ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ടുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കല്ലാറ് നദി ഒഴുകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നദിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് പുഴ ഒഴുകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ വലിയ റിസ്ക് എടുത്തില്ല. നമ്മളധികം വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് കാലൊന്ന് നനച്ച് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഈ കടയിലെ ചേച്ചിയാണെങ്കിൽ എല്ലും കപ്പയും അതുപോലെ മീൽസൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. നമ്മളെന്തായാലും തിരിച്ച് ഇതുവഴി തന്നെയാണ് പോവുക. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ കൊട്ടവഞ്ചി സവാരിക്കായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് നടക്കുകയാണ്. ഈ സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കൊന്നും കാണാനില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മളിത് ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 500 രൂപയാണ് ആയത്. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേരും അതുപോലെ ഒരു കുട്ടിക്കും കയറാൻ പറ്റും. നമ്മളെന്തായാലും 3 പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇവിടെ ഒരു ക്യാൻറ്റീനും അതുപോലെ വനവിഭവങ്ങളൊക്കെ വിൽക്കുന്നൊരു ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന ഈ വഴിയിൽ ഇങ്ങനെ കുട്ടവഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെ മുഖത്തുണ്ട്. ഇവരിതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ജസ്റ്റ് കണ്ടിട്ട് പോകണുണ്ടായത്. കൊട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. കയറുമ്പോൾ ചെറിയൊരു പേടി തോന്നുമെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ തന്നെയായിരുന്നു. ഇരു സൈഡും കാടായതുകൊണ്ട് തന്നെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈഡായിരുന്നു ഇത്. നമ്മളെന്തായാലും നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, പിന്നെ നമ്മുടെ കൊട്ടവഞ്ചി തുഴയുന്ന ആ ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ പുള്ളിയോടൊക്കെ ഒത്തിരി നേരം സംസാരിച്ച് നല്ലൊരു റൈഡ് ആസ്വദിച്ചു. ഇവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണ് ഇപ്പം നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഇങ്ങനെ കുട്ടവഞ്ചി ഇങ്ങനെ കറക്കും അവർ. അത് അത് ഭയങ്കര രസമാണ്. അതിനൊപ്പം തന്നെ ചെറിയ പേടി നമുക്ക് തോന്നും, തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും. എല്ലാവരും കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് മിസ് ചെയ്യരുത്. അടിപൊളിയാണ്. ഏകദേശം അരമണിക്കൂറിനാണ് ഈ 500 രൂപ അവർ വാങ്ങുന്നത്. പക്ഷെ നമ്മൾക്ക് അരമണിക്കൂർ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 900 രൂപയുടെ വേറൊരു റൈഡും കൂടെ ഉണ്ട്. അത് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിരിക്കും, കുറച്ചുകൂടെ ഒഴുക്കുള്ള ഭാഗത്തേക്കൊക്കെ പോകും തോന്നുന്നു. പക്ഷെ അതെന്തായാലും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ അതിപ്പോൾ ചെയ്യുന്നില്ല.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള മണീറ വാട്ടർഫോൾസ് കാണാനാണ്. ഈ അടവിൽ നിന്ന് കുറച്ച് ദൂരം തന്നെയുള്ളൂ അങ്ങോട്ടും. ഒരു ചെറിയ വാട്ടർഫോളാണ്. നമ്മളവിടെ എത്തിയപ്പോൾ ഈ അടവിൽ വന്ന മിക്കവരും ഇവിടെയും കൂടെ വന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങോട്ട് മേലേക്ക് കയറാമെന്നൊക്കെ തോന്നുന്നു. അവിടെയൊക്കെ കുറച്ച് പേര് ഇരിക്കുന്നത് കണ്ടു. പക്ഷേ ഇപ്പോൾ വെള്ളം കുറച്ച് കൂടുതലുണ്ട്. മാത്രമല്ല പാറയൊക്കെ സ്ലിപ്പായിട്ട് കിടക്കുകയായിരിക്കും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കയറാൻ പോയില്ല. താഴെ തന്നെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പിന്നെ അവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ. അപ്പോൾ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ്. എനിക്കെന്തായാലും പോയ 2 സ്ഥലങ്ങളും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഉപരി ഈ റൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ എല്ലും കപ്പയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു പ്ലേറ്റ് കിട്ടി. അതുപോലെ നമ്മൾ ചോറും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്ന് അശ്വതിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ചെറിയൊരു സർപ്രൈസൊക്കെ കൊടുത്തു. സർപ്രൈസ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.